അഭിഷേകിന്റെ എവിക്ഷനിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഷോക്കായിരിക്കുകയാണ്. കാരണം നന്ദനെല്ലാം പറയുന്നു നമ്മൾ പുറത്തു നിന്ന് വന്നപ്പോൾ ഏറ്റവും കുറവ് സപ്പോർട്ടെല്ലാം ഉള്ള കുറെ പേര് ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് അവരൊന്നും പോകാതെ അഭിഷേക് പോയി. എന്തായിരിക്കും അവന് പറ്റിയ മിസ്റ്റേക്ക് എന്നെല്ലാം നന്ദനാണ് പറയുന്നു. സത്യം പറഞ്ഞ യൂട്യൂബ് പോളുകളിലും മറ്റുമെല്ലാം നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് വോട്ട് റസ്മിനായിരുന്നു. ഒരു പക്ഷേ പെട്ടെന്ന് വല്ല അട്ടിമറിയും സംഭവിച്ചതായിരിക്കാം. എന്തായാലും ഇന്നലെ രാത്രി ലൈവിൽ ഫുൾ അഭിഷേകിന്റെ എവിക്ഷനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കുടുംബാംഗങ്ങളെയാണ് ലൈവിൽ കാണിച്ചത്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾക്ക് ഫുഡും അതുപോലെ തന്നെ അവരുടെ പെട്ടിയെല്ലാം സ്റ്റോർ റൂമിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. എവിക്ഷന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ എവിക്ഷനിലുള്ളത് അവരോടെല്ലാം പെട്ടിയെല്ലാം ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എവിക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അവരുടെ പെട്ടിയെല്ലാം ബിഗ് ബോസ് തിരിച്ചെത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലാലേന്റെ എപ്പിസോഡിന് ശേഷം ആ ദിവസത്തെ ഫുഡെല്ലാം ബിഗ് ബോസ് ആണ് കുടുംബാംഗങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാറുള്ളത്. എല്ലാ പ്രാവശ്യവും നോൺ വെജ് ഐറ്റം, അതായത് ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ അങ്ങനത്തെ ഐറ്റംസ് ആണെങ്കിൽ ഇപ്രാവശ്യം ഇഡലി, ചട്നി, സാമ്പാർ അങ്ങനത്തെ വെജിറ്റബിൾ ഐറ്റംസ് ആണ് കൊടുത്തു വിട്ടത്. പല കുടുംബാംഗങ്ങളും ചോദിക്കുന്നു ബിഗ് ബോസ് ഞങ്ങൾക്ക് നോൺ വെജ് ഐറ്റംസ് ഇല്ലേ? അപ്പോൾ പവർ ടീം പറയുന്നുണ്ട് കിട്ടിയത് തിന്നിട്ട് കിടക്കാൻ നോക്കുന്നെല്ലാം പറയുന്ന പവർ ടീമിന്റെ എല്ലാമാണ് ലൈവിൽ കാണിച്ചത്. ഹോട്ട്സ് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.